ഇവിടെയാണ് നമ്മളെ സുമതിനെ കൊന്നത്. ഇവിടെ അവിടെ തിരിച്ചോ, നിർത്തിക്കോ. പയ്യ 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 അപ്പുറത്തേക്കാണ്. ഹലോ ഗേയ്സ്, അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നത്തെ പോലെ നമ്മളൊരു വ്യത്യസ്തകരമായ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയുള്ള വീഡിയോകളിലെല്ലാത്തിലും നമുക്കൊരു മുത്തശ്ശി കഥ പറയാനുണ്ടാവും. ആ കഥയുടെ ആ സ്പോട്ടിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത് നമ്മളുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലുണ്ട്, പോയി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് സുമതി വളവിലേക്കാണ്. സുമതി വളവിലേക്ക്. ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രം, പാലോട്, മൈലമൂടുള്ള ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു വളവുണ്ട്, അതിന് എസ് വളവ് എന്നാണ് അറിയപ്പെടുന്നത്. എസ് വളവ്. നമ്മളിപ്പോൾ ഉള്ളത് ഫരദന്നൂരാണ്. അപ്പം അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതാണ് ഇത്രയും അലങ്കാരങ്ങൾ. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനുള്ള. അപ്പം നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങി. അപ്പം എപ്പോഴേ എല്ലായിടത്തും വളവാണ് സംഭവം. കുറേ വളവുണ്ട്, ഇങ്ങനെ കയറുമ്പോഴേ മൊത്തം വളവാണ്. അപ്പം ഇനി നമുക്ക് സുമതിയുടെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് പറയുകയാണെങ്കിൽ 68 വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്തപ്പെട്ട സുമതി എന്ന ഗർഭിണിയായ പെൺകുട്ടി. അപ്പോൾ അവൾക്ക് പ്രായം 22 വയസ്സ് മാത്രം. 22 വയസ്സ്. കറക്റ്റ് പറഞ്ഞാൽ 1953 ജനുവരി 27 ഒരു ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന ആൾ ചതിച്ച് ഗർഭിണിയാക്കി എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുകയാണ് ചെയ്യുന്നത് സുമതിയെ. കറക്റ്റ് ഈ വളവിൽ വെച്ച് കഴുത്തറുത്താണ് കൊല്ലുന്നത്. അയാൾക്ക് സഹായമായി രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ പണ്ടേ പോലീസ് പിടിച്ച് അവരെ ശിക്ഷയൊക്കെ കഴിഞ്ഞാൽ നോർമലി മരിച്ചു പോയ ആൾക്കാരാണ്. ചില രാത്രികളിൽ സുമതി ഇവിടെ വരാറുണ്ടെന്നാണ് അല്പം പറഞ്ഞു വരുന്നത്. പിന്നെ ഇതൊക്കെ കെട്ടുകഥകളാണ് എന്നൊക്കെയും പറയുന്നുണ്ട്, അറിയില്ല. കേസ് നമ്മളിതാ സുമതി വളവിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ചാണ് സുമതിയെ കൊല്ലുന്നത്. ഈ വളവിൻ്റെ സൈഡിൽ വെച്ചാണ് സുമതിയെ കഴുത്തെറുത്ത് കൊന്നിട്ട് ഈ കാട്ടിനുള്ളിൽ എവിടെയോ അടക്കം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ കേസ് കറക്റ്റ് 12 മണി ആയിട്ടുണ്ട്. 12:05 ആയിട്ടുണ്ട്. 12:05. പലരും ഇവിടെ വെച്ച് സുമതിയുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് കെട്ടുകഥകളും അങ്ങനെ പറഞ്ഞ് പരത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്നിനെയും കണ്ടിട്ടില്ല. ആകെ നമ്മളവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പന്നിക്കുട്ടീനാണ്. പന്നി അവിടെ നിന്ന് ഇടിച്ച് തോണ്ടി തിന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മളുടെ ഫുഡും കൂടെ കഴിക്കാം. ഏകദേശം 12 മണി കഴിഞ്ഞതുകൊണ്ടും ഏകദേശം സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വിശപ്പായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി സുമതി ചേച്ചിയാണ് നമ്മളെ കൂടെ ഉണ്ടാകുന്ന അറിയില്ല നമുക്ക്. എന്തായാലും നമുക്ക് കഴിക്കാം. നല്ല വിശപ്പായി ഗെയ്സ്. നമ്മളുടെ പരിപാടി ഇത് തന്നെയാണല്ലോ, ഫുഡടി. അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചൂട് പൊറോട്ട വെച്ചിട്ടുണ്ട്. പൊറോട്ട, പിന്നെ ബീഫിൻ്റെ ലിവറിനെ ഫ്രൈ ചെയ്തത്, ഫ്രൈ ലിവർ, പിന്നെ നമ്മളെ പോത്തിൻ്റെ നല്ല സൂപ്പർ ബോട്ടി ഫ്രൈയും. ആഹാ, എന്തല്ല ഗേസ്, വെറൈറ്റി ഐറ്റങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളപ്പം വന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നമ്മളെത്തി വെട്ടമുള്ള സ്ഥലത്ത് വെച്ചാണ്ട് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 12:20 ആയിട്ടുണ്ട് ഗേസ്. 12:20. സംഭവം നല്ല അടിപൊളി വിശപ്പായി കേട്ടോ. ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല ഗേസ് ഒന്നും. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പായി. എന്തായാലും പൊറോട്ട അങ്ങോട്ട് തുറന്നപ്പോൾ നമ്മളെ ചൂടൊന്നും പോയിട്ടില്ല. പൊറോട്ടയിൽ ചെറിയ ചൂടൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് സംഭവം കൊള്ളാൻ കേട്ടോ. ചൂട് പൊറോട്ട പാർസൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചൂട് അങ്ങനെ നിലനിൽപ്പുണ്ട് അതിൽ. എന്തായാലും നമ്മളെ മുത്തശ്ശിക്കഥ അവിടെ അവസാനിച്ചു. ഇനി നമുക്കെന്തായാലും നമ്മളുടെ ഫുഡടി അങ്ങോട്ട് തുടങ്ങാം. എന്നാലും ഗേസ് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീൽ നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയം കൊണ്ടായിരിക്കും. എന്നാൽ എനിക്ക് ഒരു തരി ഭയം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ ഒരു വേറെ സൗണ്ടോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് പുറമേ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാലാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും നമ്മളെ ബീഫിൻ്റെ ലിവർ അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ സംഭവം നല്ലൊരു നൈസ് മണം അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോഴേ നമ്മളെ ഫീൽ അങ്ങോട്ട് മാറി തുടങ്ങി ഗേസ്. കഴിക്കാനുള്ളൊരു ഫീലായി തുടങ്ങി. ഇത് നമ്മളെ ബോട്ടിയാണ് ഗേസ്. പോത്തിൻ്റെ സൂപ്പർ ബോട്ടി ഫ്രൈ. എല്ലാത്തിലും വെളുത്തുള്ളിയും സവാളയൊക്കെ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി കണ്ട ഫ്രൈ ചെയ്ത വെളുത്തുള്ളി കയ്യിൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലായിട്ട് ഇടാനായിട്ട്. എന്തായാലും നമുക്ക് ആദ്യമേ ആ ലിവർ റോസ്റ്റ് എന്നൊരു പീസ് എടുത്തിട്ട് ഒന്നങ്ങോട്ട് കഴിച്ചു നോക്കാം ഗേസ് സംഭവം എങ്ങനെ ഉണ്ടെന്ന്. സംഭവം അങ്ങോട്ട് ആ ഒരു പീസ് ഞാൻ അങ്ങോട്ട് കഴിച്ചപ്പം ഗേസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അടിപൊളി ഐറ്റം ഗേസ്. അടിപൊളി ഐറ്റം, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെ വയറും കൂടെ വിശന്നിരിക്കുന്നത് എന്തൊരു കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് തോന്നും. നമ്മുടെ ബോട്ടിൽ നിന്നും കൂടെ കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചപ്പം ഗേസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതും കൊള്ളാം ഗേസ്. നൈസ് ഐറ്റമാണ്, സൂപ്പർ ഐറ്റമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടില്ല ഈ ബോട്ടി, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൊള്ളാം സംഭവം. കഴിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മളെ ലിവറും പൊറോട്ടയും
വാ അത് വേറെ ലെവല് ഗേസ്, വേറെ ലെവല്. ആ സൂപ്പർ സാധനം. അപ്പം നമ്മളിത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഗതി എന്തായാലും ഫുഡ് അടിപൊളിയാണ് ഗേസ്. നല്ല വിശപ്പ് കൂടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ അടിച്ച് കഴിച്ച് മനസ്സിനൊരു സുഖം കിട്ടിയിട്ടുണ്ട് അപ്പം പേടിയും ഭയവും ഇല്ലാത്ത അടുത്തൊരു മുത്തശ്ശിക്കഥയും അടുത്തൊരു ഫുഡിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തും ഗേസ്. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഗേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗേസ്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനോടൊന്ന് അനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തകരമായ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും.